കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ
കർത്താവേ, വേദനയുടെയും ഭാരങ്ങളുടെയും സമയത്ത് തിരുമുഖത്തേക്ക് നോക്കുവാനും ആശ്വാസം പ്രാപിപ്പാനും നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇന്ന് പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് പിന്നെയും ഒന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്താലും നോക്കാം. നിന്നുള്ള പ്രത്യാശയോടുകൂടെ കർത്താവ് വേദനയെ ഉള്ള സന്ദർഭത്തിലെ ആശ്വാസം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. പ്രത്യേകമായി പ്രിയദാസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നീ കൊടുത്ത ആയുസ് കർത്താവെ നിന്നെ സ്നേഹിച്ച മാനിച്ച് കർത്താവെ പ്രവർത്തന രംഗങ്ങളിലൊക്കെയും കുടുംബജീവിതത്തിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാഴ്ചവെപ്പാൻ കൊണ്ട് നിന്റെ മകന് കൊടുത്ത അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ചില നാളുകളായി കർത്താവെ സുഖമില്ലാതെ ഭവനത്തിൽ വിശ്രമിക്കുകയും ആശുപത്രിയിൽ ആയിരിക്കുകയും ചെയ്ത സമയത്ത് ശുശ്രൂഷിപ്പാൻ നിന്റെ മക്കൾക്കൊക്കെയും കൊടുത്ത നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവിടുന്ന് ആഗ്രഹിച്ച സമയത്ത് നിന്റെ മകനെ വിളിച്ച് നിന്റെ സ്ഥലത്തിൽ ചേർത്തതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. വേർപാട് ഞങ്ങൾക്ക് ദുഃഖമാണെങ്കിലും കർത്താവെ അതിനപ്രായമായ ഒരു നിത്യതയുണ്ട് എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. വേദനയില്ലാത്ത, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത അവസ്ഥയിൽ നിന്റെ മകനായിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. പ്രിയദാസിയെയും മക്കളെയും കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. കർത്താവെ, ദൈവമായ സമാധാനം കൊണ്ട് അവിടെ നിറയ്ക്കണമേ. ലോകത്തിന് കൊടുപ്പാനോ കഴിയാത്ത സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നീ നൽകുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങളും കർത്താവെ, നീ വിളിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഒരുക്കത്തോടുകൂടെ നിന്നുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. നമ്മുടെ ശരീരം കേടുകൂടാതെ കർത്താവ് ഇത്രയും ദിവസം സൂക്ഷിപ്പാൻ അവിടുന്ന് സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ശുശ്രൂഷയ്ക്കും സംസ്കരിക്കുന്നതിനുമായി കർത്താവെ ഭവനത്തിലേക്കും ദേവാലയത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശ്വാസവും നാം എല്ലാവരോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആശ്വാസമേനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ.
രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ സങ്കരുധീരത്തിൻ ശക്തിയാലേ കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോലയേന്തീത്തവർ സ്തുതി പാടിത്താനന്ദമോടാത്തീരുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുന്നിൽ കാണേണമേ. മരണത്തിന്മേലും അധികാരമുള്ളവനായ ദൈവമേ, വേദനയുടെയും വേർപാടിന്റെയും സമയത്ത് നിന്നിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസത്തിനും സമാധാനത്തിനുമായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവിടുത്തെ ഹിതപ്രകാരം നിന്റെ ദാസനെ പറ്റി ഭൂമിയിൽ തികപ്പാനുള്ളത് പുറത്ത് തീർത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് നീ വിളിച്ച് ചേർത്തിരിക്കുകയാണല്ലോ. മനുഷ്യവൃത്തന്മാരെ തിരികെ വരുന്നുള്ള ശബ്ദത്തിന് മുമ്പാകെ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദാസന്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ ദാസനിലൂടെ ഈ കുടുംബത്തിന്, സഭയ്ക്ക്, ദേശത്തിനൊക്കെ ലഭിച്ചിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കായും ജീവിതത്തിന്റെ നന്മകൾക്കായും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ ലോകം ഞങ്ങൾക്ക് ശാശ്വതമല്ല, ഏത് മനുഷ്യനും ഉറച്ചിരുന്നാലും ശ്വാസം അത്രയാകുന്നുവെന്ന് നിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളെ എപ്പോഴും ഓർപ്പിച്ചു കൊടുക്കുന്നതോട് സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളിവിടെ അന്യരും പരദേശനുമാകുന്നു. ഇവിടെ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ഭവനമില്ല. കൂടാരമായി ഭവനം ഒഴിഞ്ഞു പോകുമ്പോൾ കൈപ്പണിയില്ലാത്ത നിത്യഭവനം ഞങ്ങൾക്ക് തന്ന് ആ ഭവനത്തിൽ ചേർക്കുന്ന കർത്താവ് നീ ആവുന്നതോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദുഃഖത്തിരിക്കുന്ന ദാസിയെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ. കർത്താവെ, ജീവിക്കുന്ന
എല്ലാവർക്കും ഇതുപോലെയുള്ള സമയമുണ്ടെന്നും ഞങ്ങൾക്ക് ഇത് ഒഴിച്ചു വയ്ക്കാൻ കഴിയാത്ത മാർഗമാണെന്നും നീ ഞങ്ങളെപ്പോഴും ഓർപ്പിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ വേദനയിൽ അവിടുന്ന് പങ്കുചേരുന്നല്ലോ. ലാസറിൻ്റെ കല്ലറയ്ക്കൽ കടന്നെന്ന് ദുഃഖിക്കുന്നവരെ കണ്ട് കരയുന്നവരോട് കരഞ്ഞ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരോട് തന്നെ സ്തുതിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന് ഓരോ ദിവസവും നടത്തുന്ന ദൈവം നീയാവുന്ന സ്തോത്രം. കർത്താവ്, ഈ ജീവിതത്തിനപ്പുറമായി ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടെന്ന്, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ടെന്ന് തിരുവനന്തപുരത്തൂടെ ഞങ്ങളെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാ സ്തോത്രം. ആ വലിയ പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. നിന്റെ ദാസൻ പ്രിയമെച്ച കർത്താവിൻ്റെ അടുക്കിലേക്ക് നീങ്ങപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മറിഞ്ഞിരിക്കുന്നു. കർത്താവ് വേദനയും സങ്കടവും രോഗവും ഇല്ലാത്ത അവിടുത്തെ സന്നിധിയിലേക്കാവുന്നു ദാസൻ കടന്നൊരിക്കുന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ജീവിക്കുന്നത് എനിക്ക് ലാഭവും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്നു എന്നുള്ള ഓർത്ത് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയിൽ നിന്നെ മാത്രം സേവിച്ചുകൊണ്ട്, നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, അവിടുത്തെ മുഖത്തേക്ക് നോക്കി ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ വേദനയിൽ അവിടുന്ന് പങ്കുചേർന്ന് അവർക്ക് ആശ്വാസം നൽകണമേ. ഇനി തുടർന്ന് നടക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മംഗളമായി, ചന്തമായി, അനുഗ്രഹപരമായി നടക്കത്തക്കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ. കടന്നു വരേണ്ടവരൊക്കെ നീ തക്ക സമയത്തെ കൂടി വരുത്തണമേ. കർത്താവ്, ഇങ്ങനെയുള്ള ആ സമയത്ത് ഞങ്ങൾക്ക് നിന്നുള്ള സന്തോഷം ലഭിക്കാൻ, സമാധാനം ലഭിക്കുക മാത്രമല്ല, ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, ഇതിനപ്പുറമായിട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുള്ളവരായിപ്പാൻ, മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾ കർത്താവിന് പ്രസാദങ്ങൾ ചെയ്യുമെന്നുള്ള ആ വലിയ ലക്ഷ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്വർഗീയമായ എല്ലാ സന്തോഷവും സമാധാനവും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന ദൈവമാണെന്ന് സ്തോത്രം. ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയയോടെ കേൾക്കണം. ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുൻപേ നീ അനാദിയും ശാശ്വതമായ ദൈവമായിരിക്കുന്നു. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മധ്യാഹ്ന വേളയിൽ ഈ ഭവനത്തിൻ്റെ നിഴലിൽ
ഞങ്ങൾ ഒന്നിച്ച് തലയുടെ വണക്കുവാനുണ്ടായ മുഖാന്തരങ്ങൾ അറിഞ്ഞവനായ സർവശക്തന്റെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ ചരിത്രം ഞങ്ങളെ അത് ഓർപ്പിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, ഈ പ്രദേശത്ത് നീ ജീവിപ്പാനും പ്രവർത്തിപ്പാനും പ്രയത്നിക്കുവാനും അവസരം കൊടുത്തായ നിന്റെ ദാസനെ നിന്റെ സമയത്തെ വിളിച്ച് വേർതിരിച്ച് നിന്റെ സന്നിധിയിലേക്ക് ചേർത്തതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെയും മടങ്ങി വരുവി എന്നുള്ളതായിരിക്കും ശബ്ദം പ്രിയപ്പെട്ടവൻ കേട്ടതായിരിക്കുന്ന അവസരത്തിൽ നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവെ, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ അവന് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കൊടുത്ത ആയുസ് തികയ്ക്കുവാനുള്ളതായിരിക്കുന്ന അവസരവും ഭാഗ്യവും നീ അവന് കൊടുത്തു. ജീവിച്ച നാളൊക്കെയും ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ ജീവിപ്പാൻ, കൂട്ടായ്മയുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിൽ വസിക്കുവാനും പ്രവർത്തിപ്പാനും പ്രയത്നിക്കുവാനും നിന്റെ ദാസൻ നീ അവസരം കൊടുത്തു. എന്നാൽ ഈ ഭവനത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞ് കർത്താവെ പോകുന്നതായിരിക്കുന്ന സമയത്ത് നിന്റെ എല്ലാവിധമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും ഈ ഭവനത്തിൽ വസിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൻ നിങ്ങളെ വിട്ട് കടന്നുപോയി എന്ന് നിന്റെ മകൾക്കും കുഞ്ഞുങ്ങൾക്കും ഭാരമുണ്ട്. പ്രിയപ്പെട്ടവർക്ക് വേദനയുണ്ട്. വേദനകളെ അകറ്റുന്ന കർത്താവ് നീ ആയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. വേർപാട് ദുഃഖവും പ്രയാസവും ഉളവാകുന്നെങ്കിലും നീ ഒരു പ്രത്യാശ ഞങ്ങൾക്ക് നൽകി തന്നിട്ടുള്ളത് നന്ദിയോട് സ്തോത്രം. ഇന്ത്യയുടെ തുറമുഖത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് കാണാമെന്നുള്ളതായിരിക്കുന്ന ഭാഗ്യപ്രത്യാശയോടെ പ്രിയപ്പെട്ടവനെ യാത്ര അയക്കുവാൻ തുറന്നുള്ളതായിരിക്കുന്ന ശുശ്രൂഷകളിലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനയും ബുദ്ധിയും പരിജ്ഞാനവും ഉയരത്തിൽ നിന്ന് നീ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സമാധാനമല്ല, പിന്നെ നിത്യമായിരിക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന സമാധാനം നീ അവിടെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി പാലിച്ചു കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരേണ്ടവരൊക്കെ നീ കൂട്ടിവരുത്തണം. തുറന്നുള്ള ശുശ്രൂഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ എല്ലാം സ്വന്തമായി ഉചിതമായി നടക്കുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുകയും നീ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നിരിക്കുന്നു എന്നുള്ളത് നന്ദിയോട് സ്തോത്രം. തുറന്നു നടക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഈ ഭവനത്തിൽ നിന്ന് കർത്താവ് മൃതശരീരം ഞങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. നിന്റെ എല്ലാവിധമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും തുറന്നുള്ള ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നിന്റെ നാമം മോഹത്തപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്, കൂടാരമാകുന്ന ഭവനം വിട്ടതെന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രയാകുന്നു ഞാൻ വാഴുമെന്ന്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയെന്ന്. ഒട്ടുനാൾ കണ്ണു നീർപ്പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകന്നു ഞാൻ വാഴുമെന്ന്. ഓരോ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രയകന്നു ഞാൻ വാഴുമെന്ന്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നിടലിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകന്നു ഞാൻ വാഴുമെന്ന്. നൊടി നേരത്തേക്കുള്ള ലഘു
പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇമ്പയകന്നു ഞാൻ വാഴുമെന്ന്. ദൈവം കൊടുത്തതായിട്ടുള്ള ആയുഷ് തികച്ച് ദൈവസ്ഥിതിയിൽ ചേർത്തിരിക്കുകയായി ആകുന്നുവല്ലോ. വേർപാട് നമുക്ക് ദുഃഖമാണെങ്കിലും തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആശ്വസിപ്പാനായിട്ട് നമുക്ക് വകയുണ്ട്. കാരണം ക്രിസ്തുവിൽ മരിക്കുന്നവർ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് അത്യുത്തമം എന്ന് ദൈവത്തിന്റെ വചനം പറയും. നമുക്ക് ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിച്ചവരും നാം സ്നേഹിച്ചവരും നമ്മിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദുഃഖവും വേദനയുമുണ്ട്. എന്നാൽ വീണ്ടും കണ്ടുമുട്ടി നിത്യകാലം ഒരുമിച്ച് വസിക്കാമെന്നുള്ള പ്രത്യാശ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയെന്ന് കർത്താവിന്റെ വചനം ഓർപ്പിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യവും വചനവുമാണ് നമുക്ക് ഇതുപോലെയുള്ള വേദനയുടെ സമയത്ത് ആശ്വാസത്തിന് വക നൽകുന്നത്. ഈ അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനുള്ള അവസരമാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അധിക സമയം മൃതശരീരം ഇവിടെ വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ്. 1:30 മണിക്ക് തിരുമേനി കൊണ്ടുവരുന്നതും ശുശ്രൂഷ ആരംഭിക്കുന്നതുമാണ്. അതുവരെയുള്ള സമയമേ നമുക്ക് ഇതുപോലെ പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിനെ ധ്യാനിക്കുന്നതിനുമായിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഇടവകയിലെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട P.A. എബ്രഹാമച്ചൻ ആശ്വാസ വചനങ്ങൾ അറിയിക്കുന്നു. കവി പാടിയിട്ടുണ്ട്, ഒരിക്കൽ ഈ ജഗത്തിൽ നാം ഇരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാം. ലോകത്തിൽ ജനിക്കുന്നവരെല്ലാം ഒരു ദിവസം മാറ്റപ്പെടും. ഇത് അനിശ്ചയമായിട്ടുള്ള വസ്തുതയാണ്. ഈ പ്രിയപ്പെട്ടവന്റെ ദേഹയോഗത്തിൽ ആശ്വാസം വചനം നൽകുവാനും നമ്മുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഈ ഭവനത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ ആണല്ലോ നാം ഇവിടെ കൂടിയിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം ജീവിതത്തിൻ്റെ അന്തമല്ല. ഇതിനപ്പുറമായ ഒരു ആയുസ്സുണ്ട്, ഇതിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ട് എന്ന് നാം തിരുവനന്തപുരത്തിലൂടെ അറിയുന്നു. നമ്മുടെ വിശ്വാസം പ്രത്യാശം അത് തന്നെയാണ്. ഓരോ സംഭവസ്ഥൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യസമയങ്ങളിൽ പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന ഞാൻ വായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ജീവിക്കുക മരിക്കുക രണ്ടവസ്ഥയും ഉണ്ട്. അതിൽ മരിക്കുന്നത് ലാഭമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പറയുന്നുണ്ട്. മരിക്കുന്ന ലാഭമാകണമെങ്കിൽ ലാഭകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ. പലരുടെയും ജീവിതം നഷ്ടക്കച്ചവടമാക്കി വരും. ജീവിതത്തിൽ അവസാനം എവിടേക്കാണ് പോകുന്നത്, എന്താണ് അവസാന കാര്യം എന്നോ ആർക്കും നിശ്ചയമില്ലാത്ത രീതിയിലും ജീവിക്കുന്ന പലരും. ഞാൻ കുറേ നാളിലൂടെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ടവരെ നല്ലവണ്ണം മനസ്സിലാക്കി. ഓരോ ആളുകൾക്കും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. ശൈശവപ്രായം, കൗമാരപ്രായം, വാർദ്ധക്യ സമയം, പ്രവർത്തന സമയം, വിശ്രമ സമയം, ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് ആ രീതിയിലുള്ളതായിട്ടുള്ള താല്പര്യമോ പലർക്കും കാണുകയില്ല. കഷ്ടപ്പാടുകളുടെയും വേദനയുടെയും സമയത്ത് കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിനുള്ള മുഖാന്തരങ്ങളാണ്. ഈ പ്രിയപ്പെട്ടവനും
വാനതേ പറന്നു പോകിലും സന്തോഷമേ എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. എല്ലാവിധമായ സുവിശേഷ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പ്രത്യേകിച്ചുള്ള വിദേശ കുടുംബങ്ങളൊക്കെയും ദിവസം തന്നെ കടന്നു വരികയും ഞങ്ങളോടൊപ്പം വളരെ ആത്മീയ പ്രചോദനമായിരുന്നു. ഈ അവസരത്തിൽ അനുസരിച്ചുള്ള ഐശ്വര്യം.
മനുഷ്യ ജീവിതത്തിൻ്റെ ഏതുമില്ലായ്മയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിലൊരു ചെറിയ ആയുസ് മാത്രമേ നമുക്കുള്ളൂ എന്ന് എല്ലാ സംഭവങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഇപ്പം നമ്മൾ പാടി മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം മോശ പറഞ്ഞതാണ്. ഏറെയായാൽ 80, അതിൻ്റെ പ്രതാപം പ്രയാസം ദുഃഖം അത്രയും വേഗം തരികയും നാം പറന്നു പോവുകയും ചെയ്യുന്നു. അത്ര ക്ഷണികമായുള്ള ഒരു ആയുസ് ജീവിതം മാത്രമേ ഈ ഭൂമിയിൽ നമുക്കുള്ളൂ. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ജീവിതം നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്കൊരു നിത്യതയുണ്ട് എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കത്ര ചെയ്യുന്നു. ഈ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും സാധിക്കേണ്ടതായിട്ടില്ല. ഒരു കാര്യമാണ് പ്രധാനമായും സാധിക്കേണ്ടത്, അത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക. അവിടെ നിത്യത എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ജീവിതത്തിനപ്പുറമായി ഒരു നിത്യമായ ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നതിനുള്ള ഒരു ചെറിയ സമയമാണ് ഈ ആയുസ്സായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരും നമ്മളെ കാണുന്നതായുള്ള അവസ്ഥയിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിനും ധന്യമായിരിക്കുന്ന സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നതിനും യൂത്ത് യൂണിയന്റെ അംഗങ്ങൾ പറഞ്ഞതുപോലെ ഇടവക സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ, ആത്മീയമായ കാര്യങ്ങളിൽ, സഭയുടെ കാര്യങ്ങളിലെല്ലാം ശുഷ്കാന്തിയോടുകൂടെ എന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് ഒരു സുവിശേഷ വിഹിത സഭ ഇവിടെ ഉടലെടുത്ത സമയത്ത് അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത്ര നിഷ്പ്രയാസമായ ഒരു കാര്യമല്ല. വളരെ വില കൊടുക്കേണ്ടതായുള്ള, വളരെ ത്യാഗം സഹിക്കേണ്ടതായുള്ള, വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായുള്ള ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ വിശ്വാസത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഈ ഭവനത്തെ ഒരുക്കി എന്നുള്ളതുകൊണ്ട് സഭയുടെ ദുഃഖവും അനുശോചനവും ഞാൻ ഈ സമയത്ത് ആ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. ദൈവം എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്നതായുള്ള ആ ആയുസ് സമയമുണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും മാത്രമല്ല മരണം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ. ദൈവം എല്ലാ ഹൃദയങ്ങൾക്കും ആശ്വാസവും ധൈര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ സഭയ്ക്കുള്ളതായിരിക്കുന്ന അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയ ജോർജിയുടെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട പത്നിയോടും അദ്ദേഹത്തിന്റെ പത്നിയോടും കുഞ്ഞുങ്ങളോടും കുടുംബാംഗങ്ങളോടും പ്രിയ സഹോദരൻ ദേവക്കുട്ടിയോടും കുടുംബാംഗങ്ങളോടും കൂട്ടായ്മ ബന്ധത്തിലും രക്തബന്ധത്തിലും കടന്നു വന്നിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരോടും ഉള്ളതായുള്ള അനുശോചനായ സമയത്ത് രേഖപ്പെടുത്തുകയും ദുഃഖത്തിൽ ഇരിക്കുന്നവരോടുകൂടെ അവരുടെ ആഴ്മയുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അഭിയൻ ശമരച്ചൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അല്പകാലത്തേക്ക് മാത്രമാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കറിയാം പലവിധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പാപനിമിത്തം ശപിക്കപ്പെട്ട ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യന്റെ പാപത്താൽ കഷ്ടവും ലോകത്തിലേക്ക് കടന്നു വന്നതായിട്ട് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഒരിക്കൽ മരിക്കുക എന്നുള്ളത് മനുഷ്യനെ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പലവിധമായ പ്രയാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പല പ്രശ്നങ്ങൾക്ക് നാം അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, യാതൊരു സംശയവുമില്ല. ഈ പ്രിയപ്പെട്ട ജോലികുട്ടി രോഗത്തിൻ്റെതായ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഞാനിവിടെ 2-3 പ്രാവശ്യം കടന്നു വരികയും പ്രിയ എൻ്റെ ദാസനോട് ചേർന്ന് അല്പസമയം ചെലവഴിച്ച് തലവണക്കി എനിക്കും എൻ്റെ കൂടെ വന്ന പ്രിയ അച്ഛന്മാർക്കും പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള സന്ദർഭങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നാം ഇപ്പോൾ പല പ്രിയപ്പെട്ടവർ പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന അനേകർ കേട്ടതുപോലെ കർത്താവുമായിട്ട് ഒരു സജീവ ബന്ധത്തിൽ ജീവിപ്പാൻ പ്രിയപ്പെട്ടവനിടയായി.
കർത്താവിനെ കർത്താവിന്റെ രക്ഷകനുമായി അംഗീകരിച്ചു. ഇടവകയിലേതായുള്ള വിവിധ കൂട്ടായ്മകളിലും അതിന്റെ ആരാധനകളിലും അതിൻ്റെതായ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്ത ഒരു ദേഹമായിരുന്നു നമ്മെ വിട്ട് കടന്നുപോയ പ്രിയ ജോജുകുട്ടി. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമയത്തും പറഞ്ഞതുപോലെ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിച്ച് കർത്താവിനോടുകൂടിയുള്ള നിത്യതയ്ക്കായി ഒരുങ്ങുക എന്നുള്ളതുപോലെ ഭാഗ്യകരമായ അനുഭവം മറ്റൊന്നുമില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എത്ര ഖേദകരമായ അനുഭവങ്ങളാണ്. എന്നാൽ യേശുവിനെ അറിയാതെ നാം ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ അത് ഏറ്റവും ഖേദകരമാണെന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുക ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും നന്മ അനുഭവിക്കുന്നെങ്കിൽ, ചില അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് മരണം വരെ മാത്രമാകുന്നു എന്ന് നാം മനസ്സിലാക്കും. എന്നാൽ കൃഷ്ണനോട് കൂടെ അനുഗ്രഹിതമായില്ല കണ്ണീരില്ല മറുപടി ദുഃഖമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായുള്ള അനുഭവമാണെന്ന് നാം ഓർക്കണം. അപ്പോൾ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടേതായ മരണത്തിൽ നിന്നെയും വ്യത്യസ്തമായുള്ള ഒരു അനുഭവമാണുള്ളത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കത്രയാണ്. ദൈവവചനം പറയുന്നു, അങ്ങനെയുള്ളവര് വിട്ടുപിരിയുമ്പോൾ ക്രിസ്തുവിലേക്ക് കടന്നു പോകുന്നു. അവർ യേശു ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നു എന്നുള്ള വാക്കാണ് നാം വായിക്കുമ്പോൾ നാം കാണുന്നത്. പ്രത്യേകിച്ച് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പുതിയ നിയമത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച വ്യക്തികൾ ഭാഗ്യവാന്മാരാണെന്ന് ഒരുപാട് പുസ്തകം വളരെ വ്യക്തമായി പറയും. അതുകൊണ്ട് പ്രിയ ജോറുവിനെ സംബന്ധിച്ചോളം കഷ്ടങ്ങളും പ്രയാസങ്ങളും ശരീരത്തിന് താങ്ങേണ്ടതായിട്ട് വന്നു, അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഒരു വലിയ പ്രത്യാശയോടുകൂടിയാണ് താൻ ഇവിടെ ജീവിച്ചത്. യേശു കർത്താവിന്റെ വകയായി ജീവിച്ചത് കൊണ്ട് തനിക്കുണ്ടായിരുന്നതായിട്ടുള്ള വലിയ ധൈര്യം, ഉറപ്പും പ്രത്യാശയും തന്റെ ഈ താഴ്ചയുള്ള ശരീരത്തിന് മാറ്റം വരുമെന്നുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം. പ്രത്യാശ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഞാൻ ഈ സമയത്ത് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുക അത്രേ ചെയ്യുന്നത്. അങ്ങനെ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചത് കൊണ്ട് ഈ താഴ്ചയുള്ള ശരീരത്തിന് വ്യത്യാസം വരും. നമ്മുടെ ശരീരം താഴ്ചയുള്ളതാണെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹായിൽ കൂടെ നമ്മെ അറിയിക്കുന്നത് താഴ്ചയുള്ള ശരീരം എന്നാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ താഴ്ചയുള്ളതായ ഒരു ശരീരമാണ്. മാത്രമല്ല 1 കൊരിന്ത്യർ 15-ന്റെ അധ്യായം മുഴുവൻ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നതായുള്ള ശ്രേഷ്ഠമായുള്ള ഒരു അധ്യായമാണ്. നമ്മുടെ പ്രത്യാശ സാക്ഷാത്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു വേദഭാഗമാണ് നമുക്കറിയാം. അവിടെ യേശു കർത്താവ് അതേ മരണത്തിന് കർത്തൃത്വമില്ലാത്ത വിധത്തിൽ അങ്ങനെ താൻ ഉയർത്തെഴുന്നേറ്റുവെന്നും തന്റെ ശരീരത്തിന്മേൽ മരണത്തിന് കർത്തൃത്വമില്ല എന്നുള്ളതും വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നതല്ല. ആ അധ്യായത്തിൽ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതേ കർത്താവിന്റെ വരവെങ്കിൽ അവനുള്ളവർ, ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന്റെ വകയായി ജീവിക്കുന്നവർ, ക്രിസ്തുവിനെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർ, ക്രിസ്തുവിനെ കർത്താവിന്റെ ശരീരമായി കൈക്കൊണ്ടതായ വ്യക്തികൾ അവർ നിദ്ര പ്രാപിച്ചാൽ ആ കർത്താവിന്റെ തേജസ്സുള്ള മഹത്വമായ ശരീരത്തോട് അനുഭവമായ ശരീരത്തിൽ, ശക്തിയുടെ ശരീരത്തിൽ, ആത്മമയമായ ശരീരത്തിൽ, വിണ്മയമായ ശരീരത്തിൽ, മരണത്തിന് യാതൊരു കർത്തൃത്വമില്ലാത്ത ശരീരത്തിൽ, അഗ്രവത്വത്തിൻ്റെതായ ശരീരത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അന്ന് ജീവനോടെ ശേഷിക്കുന്നവരെ ക്രിസ്തുവിന്റെ വരവെങ്കിൽ വിശ്വാസികളായിരിക്കുന്നവര് അവരും രൂപാന്തരപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള മഹത്വമുള്ള ശരീരത്തോടനുമായി ശരീരത്തിൽ അതെ അവരും രൂപാന്തരപ്പെട്ടിട്ട് കർത്താവിലേക്ക് എത്തിക്കപ്പെടുകയും എന്നും അവനോടുകൂടി ഇരിക്കുകയും ചെയ്യുന്നുള്ള ശ്രേഷ്ഠമായ അനുഭവമായിട്ടുള്ളത്. ഇപ്പോൾ പ്രിയപ്പെട്ട രോഗിയുടെ ജീവിതത്തിന്റെ രോഗങ്ങൾ കൂടെ കടന്നുപോയെങ്കിൽ തനിക്ക് വലിയൊരു ആശ്വാസം ലഭിച്ചിരിക്കും ഈ മരണത്തിൽ കൂടെ. ഞാൻ പറയുമ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ ഞാൻ പോയിരിക്കുക. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു, കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. കർത്താവിന്റെ സന്നിധിയിൽ താൻ സ്വസ്ഥത പ്രാപിക്കുന്നു, ആശ്വാസം പ്രാപിക്കുന്നു എന്നുള്ള എത്ര ശ്രേഷ്ഠമായുള്ള അനുഭവമാണ്. ദുഃഖം നമ്മുടെ ഉള്ളത്തിൽ തളം കെട്ടി നിൽക്കുമ്പോഴും പ്രിയപ്പെട്ടതിനെ കുറിച്ച് ഇതിലൂടെ ആശ്വാസം നൽകുന്നത് ക്രിസ്തുവിന്റെ വകയായി ജീവിച്ചതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ട് സ്വസ്ഥത അനുഭവിക്കുന്നു. വേദനയും രോഗവും ഒക്കെ മാറിപ്പോയി എന്നുള്ളത് ഓർത്ത് നമുക്ക് സന്തോഷിക്കാം.
എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ പ്രത്യാശ മകുടം ചാർത്തുന്ന സുദിനം വരികയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. അതുകൊണ്ട് അനേക പ്രിയപ്പെട്ടവര് കാഹളനാഥികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പ്രിയപ്പെട്ട ജ്യോതി ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോൾ നാം കാണുന്ന ഈ താഴ്ചയുടെ ശരീരത്തിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതായില്ല ആ രോഗത്തിൻ്റെതായുള്ള കാഠിന്യം അറിയുന്നതായില്ല ഒരു ശരീരത്തിലല്ല. പിന്നെയോ പ്രിയപ്പെട്ടവരെ, മരണത്തിനോ യാതൊരു കർത്തൃത്വമില്ലാത്ത, യാതൊരു അണുവിനും കർത്തൃത്വമില്ലാത്ത, ഒരു ബോംബിനോ യാതൊന്നിനും നശിപ്പിക്കുവാൻ കഴിയാത്ത അദ്രവത്വത്തിന്റെ അതേ ശരീരം ധരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇംപെരിഷബിൾ എന്ന് പറഞ്ഞാൽ ഈ നശിക്കുന്ന നാശത്തിന് വിധേയമായി മണ്ണോട് മണ്ണ് ചേർന്നു പോകുന്ന ഈ ശരീരം അതെ മാറിയിട്ട് ഈ ശരീരം അദ്രവത്വത്തെ പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നശിക്കാത്ത ഒന്നിനെ പ്രാപിക്കുമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അതെ നാം പറഞ്ഞതുപോലെ തന്നെ വാഴ്ത്തകർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മരണത്തിൽ കർത്തൃത്വമില്ലാത്ത ശരീരത്തോട് ചേർന്ന ആ ശരീരം നമുക്ക് ലഭിക്കുമ്പോൾ അത് അമർത്യതയുടെ ശരീരമാണെന്ന് നാം മനസ്സിലാക്കും. അതാണ് അത് ഈ ദ്രവത്വം അദ്രവത്വത്തെയും ഈ മധ്യമായ ദമത്വത്തെയും ധരിക്കുന്ന അത് അനുഗ്രഹീതമായ ഒരു സുദിനം വരികയാണ് ഞാൻ ഓർപ്പിക്കട്ടെ. ആകയാൽ ഈ വലിയ പ്രത്യാശയും ഒരു വലിയ ഉറപ്പുമാണ് ദൈവമക്കളായ നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം, അതേ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം, കൊച്ചുമക്കളെ സംബന്ധിച്ചോളം, പ്രിയപ്പെട്ട സഹോദരനെ സംബന്ധിച്ചോളം ഒക്കെയുള്ള വലിയ ധൈര്യ ഉറപ്പും പ്രത്യാശിതാണെന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രിയ സഹോദരന്റെ ശരീരം പോലും കിട്ടുമെന്ന് വിചാരിച്ച ദേവക്കുട്ടി ഒരു വലിയ കാറ്റിൽ പറത്തിക്കൊണ്ടുപോയതായുള്ള സാഹചര്യത്തിൽ ദൈവവനെ ഇതുവരെയും കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ മനത്തുള്ള നീക്കുപോക്ക് കൊടുത്തിവിടെ നിർത്തിയിരിക്കുക. എന്നാൽ ഏത് സമയത്താണ് നാം ഓരോരുത്തരോടും വിട്ടുപോകേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. ദേവക്കുട്ടിയും ഗോകുട്ടിയൊക്കെ കർത്താവിനുള്ള ബന്ധത്തിൽ സജ്ജബന്ധം ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ അത് അവർക്കുള്ള വലിയ പ്രത്യാശയും ധൈര്യവും ഉറപ്പും ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ, എന്നാൽ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ അത് ഞങ്ങൾ കാണാതെ സ്നേഹിച്ച പ്രാണപ്രിയനായ യേശുവിനെ മുഖാമുഖമായി കണ്ടുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഞങ്ങൾ അവനോടുകൂടി എന്നുമായിരിക്കുന്നുള്ളത് എത്ര വലിയ ധൈര്യ ഉറപ്പും നൽകുന്ന കാര്യമാണ് നാം ഓർക്കണം. വലിയ വലിയ ധൈര്യ ഉറപ്പും അത് ഈ വലിയ പ്രത്യാശയും ദുഃഖത്തിനോട് ഉള്ളങ്ങളിൽ കത്തിജ്വലിക്കട്ടെ. നമുക്കെപ്പോഴും ഈ പ്രത്യാശ മുറുകെ പിടിക്കുവാൻ സാധിക്കും. കാരണം അത് പ്രിയപ്പെട്ടവരെ മരിച്ചു മൺമറിഞ്ഞ് പോയ കർത്താവ് എന്നത് അത് ഒരു വ്യക്തി തന്ന പ്രത്യാശ അല്ല നമ്മുടെ പ്രത്യാശ. പിന്നെയോ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളികളായി ഉയർത്തേണ്ടി ജീവിക്കുന്ന കർത്താവിന്റെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. ഈ ജീവനുള്ള പ്രത്യാശയാണ് അതെ നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഈ ജീവനുള്ള പ്രത്യാശയുടെ ഉടമയായി തീർന്നിട്ടില്ലെങ്കിൽ പാപത്തെ കുറിച്ച് അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് യേശു കർത്താവിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരും. ക്രിസ്തു നമ്മുടെ ജീവിതത്തെ അതെ ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മെ തീർക്കുന്ന ദൈവ പൈതങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നു. തൽഫലമായിട്ട് നാം കർത്താവിന്റെ വകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ, ക്രിസ്തുവിനുള്ളവർ കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവരാണെങ്കിൽ അഥവാ ജീവനോട് ഇരിക്കുന്നവരാണെങ്കിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് അവരുടെ സന്നിധിയിൽ കടന്നുപോകും. കണ്ണീരില്ല, മുറവിളിയില്ല, ദുഃഖമില്ല, വേർപാടില്ലാത്ത നാട്ടിൽ നാം എന്നും കർത്താവിനോടുകൂടെ ആനന്ദിക്കുന്ന അനുഗ്രഹീതമായുള്ള നിത്യത നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ 60 വർഷം 65 വർഷം ജീവിച്ചു, 70 വർഷം 75 100 105 ഒക്കെ ജീവിക്കുന്നവരുണ്ട്. അടുത്ത സമയത്ത് 100 കടന്ന ഒരു വ്യക്തിയുടേതായുള്ള സംസ്കാരം സൃഷ്ടിക്കുവാൻ സാധിച്ചു. എന്നാൽ അതൊക്കെ എത്ര ദൃശ്യമായ സമയമാണ് എന്ന് നാം ഓർക്കണം. എന്നാൽ അതേ പ്രിയപ്പെട്ടവരെ, കഷ്ടതയും പ്രയാസവും നിറഞ്ഞ ഈ ജീവിതത്തിന് അറിഞ്ഞു വരുന്നുള്ളത് നമുക്ക് ഓർക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് പറഞ്ഞത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നമുക്ക് കർത്താവിൽ ശരണപ്പെട്ട് തന്നെ അവനോടുള്ള സജീവത്തിൽ ജീവിക്കാം. അവനിൽ ജനിച്ച് എന്ന് പറയുമ്പോൾ യേശുവിനെ കർത്താവിന്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ജനിക്കുക, നാം ദൈവ മക്കളായി തീരുകയാണ്. അങ്ങനെ ആ ക്രിസ്തുവിനോട് ബന്ധത്തിൽ കടന്നു വന്നിട്ട് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിനാണ് നമ്മളെ വിളിക്കുന്നത്. ഈ ജീവിതം ക്രിസ്തുവുമായുള്ള സജീവത്തിൽ ജീവിച്ചിട്ട് അത് നാം ഇവിടെ നിദ്ര പ്രാപിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നു പറയാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. ക്രിസ്തുവിൽ ജനിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുക. അങ്ങനെ ക്രിസ്തുവിന്റെ അടുത്തേക്ക് കടന്നു പോവുകയും അത് പിന്നീട് അവരുടെ പ്രത്യാശ സാക്ഷാത്കരിക്കപ്പെടുകയും അവര് അത് വീണ്ടെടുക്കപ്പെട്ട ശരീരത്തിൽ അനുഗ്രഹീതമായുള്ള ആ തേജസ്സിന്റെ ശരീരത്തെ കർത്താവിനോട് എന്നും മാറുകയും ചെയ്യും
ഈ അനുഗ്രഹമായ അനുഭവം നമുക്കുണ്ടായിരിക്കട്ടെ. അതുപോലെ ഭാഗ്യമൊന്നുമില്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. അവിടെ ഈ പ്രത്യാശയില്ലാത്തവർ ക്രിസ്തുവിനെ സ്വീകരിക്കണം. പ്രത്യാശയുള്ളവർ ഈ പ്രത്യാശയിൽ കണ്ടുനിട്ടുകൊണ്ട് ആ കർത്താവിന്റെ പ്രത്യക്ഷ പ്രിയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ആസ്വദിക്കും. രോഗികുട്ടി കടന്നുപോയി. അത് അല്പസമയം കഴിയുമ്പോൾ നമ്മൾ ഈ ശരീരം പിന്നീട് കല്ലറയ്ക്കുള്ളിൽ വയ്ക്കുകയാണ്. എന്നാൽ മണ്ണിനോട് ചേരുവാനായിട്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ വീട്ടുകാരെ, ഇത് അവസാനമായി നാം വിട പറയുന്ന സന്ദർഭമല്ല. കാരണം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവര് ഇവിടെ വെച്ച് അവസാനം വിട പറയുന്നില്ല. പിന്നെയോ അവര് വീണ്ടും കാണുമെന്നുള്ള ആ വലിയ ധൈര്യത്തോടൊപ്പം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ കാണാമെന്നുള്ള പ്രത്യാശ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. നിത്യം സൗഭാഗ്യമായി മകൾക്ക് പോകുന്ന പ്രിയ ജോലിയിൽ കൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ സ്നേഹവായ്പകളും കൂട്ടായ്മയും ഇടവയായിട്ട്, സഭയായിട്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട്, ദേശമായി അനുഭവിച്ച എല്ലാ നമ്മുടെ ഓർത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെയും സഭയുടെ അനുസ്മരണം എല്ലാവരെയും അറിയിച്ചെങ്കിൽ ഞാനും കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയം സമ്മേളനത്തോട് പ്രാർത്ഥിക്കാം. സകലയാശ്വാസത്തിന്റെയും ഉറവിടവും ഉൽപ്പത്തിസ്ഥാനവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വപ്നാവേ, ഞങ്ങൾ ആവശ്യപ്പെടാതെ ലോകത്തിൽ നീ ഞങ്ങൾക്ക് ജനനം തന്നു, ഞങ്ങൾക്ക് ജീവിതം തന്നു, അതോടെ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തന്നു. നീ ഞങ്ങൾ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നു. നിത്യസ്നേഹത്താൽ നീ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സ്വർഗീയപിതാവേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകി, നിന്റെ പുത്രങ്ങൾ കൂടെ നീ ഞങ്ങളെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിന്റെ അവകാശികളായി തീരുവാൻ നീ ഭാഗ്യം തന്നു. ഈ ഭൂമിയിൽ ദൈവമക്കളായി ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാണുകയും നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നതായ നിന്റെ വലിയ വചനത്തെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് സംഭവങ്ങൾ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നതിന്റെ വചനം ഞങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നു. ആകയാൽ ലഭിച്ചിരിക്കുന്ന ആയുസും കഴിവുകളും താരങ്ങളും നിനക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്റെ ഈ സജ്ജനോട് ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി ദുഃഖത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദാസിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടതായിരിക്കുന്ന ആശ്വാസം, ധൈര്യം, സമാധാനം ദൈവമേ നീ നൽകിയവരെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ നല്ല ഒരു ഓട്ടം തെറ്റി വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിന് വേണ്ടി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ളതായിരിക്കുന്ന ഭാഗ്യം നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിനക്കിടത്തോളമായി നിനക്ക് വേണ്ടി ജീവിച്ചതിനെ മഹത്വപ്പെടുത്തി സുവിശേഷത്തോടെ ഈ പ്രദേശത്ത് നിലകൊണ്ടു. അങ്ങനെ താവേ ധന്യമായിരിക്കുന്ന ജീവിതം നയിപ്പാന്റെ വണ്ണം നിന്റെ മകനെ ഒരിക്കലോ നിന്റെ മകന്റെ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ ഇതുവരെയും നിനക്ക് കൂടെ ഇരുന്നു, തുടർന്നുള്ള ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓർത്ത പോലെ ആരെങ്കിലും ഇതിലേക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ല എങ്കിൽ രക്ഷിതമായി സ്വീകരിച്ചിട്ടില്ല എന്നവരെയും
ഇത് സന്ദർഭമായിട്ട് എടുക്കുവാൻ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയിലും എല്ലാവരിലും ദൈവകൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. ഫോട്ടോ എടുക്കുന്നവരുടെ ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കാൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കാൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് ഞങ്ങൾ കുറിപ്പ് നൽകിയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവകരമായ അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മരണത്തിന് പോലും ഞങ്ങളെ നിന്റെ സ്നേഹത്തിൽ അകറ്റുവാൻ സാധ്യമല്ലായകയാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ബലഹീനരും വിശ്വാസക്കുറവുള്ളവരുമാകിയാൽ അഗ്നിശോധനയിൽ തോറ്റുപോകാതെ നിന്റെ ബലമുള്ള കൈകളാൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. പ്രധാനമായ സങ്കടങ്ങളുടെയും നിരാശയുടെ സന്ദർഭങ്ങളെ പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും അവസരങ്ങളായി നീ രൂപാന്തരപ്പെടുത്തണമേ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഭാരപ്പെടുന്ന കുറിച്ചുമിരിക്കുന്ന ഈ നിന്റെ മക്കളേവരെയും ശരദ്ധീ കഴിയുന്ന ദൈവ സമാധാനത്താൽ സമാശ്വസിപ്പിക്കണമേ. ഈ ലോകത്തിലെ നമ്മുടെ ബന്ധങ്ങൾ താൽക്കാലികമാകുന്നതല്ലോ. ഞങ്ങൾക്കിവിടെ സ്ഥിരമായ വാസവും വാസസ്ഥലവും ഇല്ലല്ലോ. എന്നാൽ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാകിയാൽ സ്വർഗീയ പൗരത്വത്തിന്റെ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഈ ലോകം ദൈവജനങ്ങൾക്ക് യോഗ്യമല്ലല്ലോ. നീ ലോകത്തെയും മതത്തെയും ജയിച്ചവനാകിയാൽ ഞങ്ങൾക്കും ആ ജയത്തിൽ നീ അവകാശം നൽകിയിരിക്കുന്നു. ഈ സന്തോഷകരമാരോടുകൂടെ അവരുള്ളപ്പോൾ അയച്ചവരെ വേല തികച്ചുകൊണ്ട് പ്രത്യാശയോടും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണത്തെയും ഭാരത്തെയും തോൽപ്പിച്ച് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ പാഴ്ചയുള്ളവന് കഷ്ടസമ്പൂർണമാകുന്നു. അവൻ ഭൂപോലെ വിടർന്ന് ഒഴിഞ്ഞു പോകുന്നു. നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. ജഡത്തിന്റെ ചിന്ത മരണമാത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ദൈവം നമുക്ക് ദൈവമാകുന്നു. മരണത്തിൽ നീക്കുമക്കൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകലമൊന്നും കണ്ണീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മറ്റൊരിടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചോട് ദൈവത്തിന് ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴി വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവൻ എന്ന് പറഞ്ഞ വിധിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരങ്ങളൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിന്റെ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ തന്നെ വരുവാനുള്ളതിന് ഉയരത്തിനും ആഴത്തിനും മര്യാദ ശിക്ഷിക്കോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, അവിടുത്തെ വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തു ദാസന്റെ നിരക്കിൽ കണ്ണുനീർ വാർത്തവനാണല്ലോ. ഇപ്പോൾ കണ്ണുനീരിൽ നിന്ന ഇതിന്റെ മക്കളെ യാത്രത്തോടെ കടാക്ഷിക്കണമേ. കർത്താവേ, നിറഞ്ഞ വാസാന്തരങ്ങളാൽ അവരെ സമാശ്വസിപ്പിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലം നന്മയ്ക്കായി കൂടി ആവരിക്കുന്നുവെന്ന് അവരെ ധരിപ്പിക്കണമേ. അവിടുത്തെ വിധ സ്നേഹത്തെ പറ്റിയും കരുതലിനെ കുറിച്ചും അവർക്ക് വർത്തമാനമായ നിശ്ചയവും വിശ്വാസവും ഉറപ്പും നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ,
ആകുലമാനത്തിനെയും ചിന്താഭാരമുള്ളവരെയും ദുർഘരങ്ങളിൽ വരമേൽപ്പിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന നിന്റെ സമാധാനത്താൽ അവർ സമാധാനം നൽകണമേ. രോഗവും ദാരിദ്ര്യവും നിമിത്തം സങ്കടത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതിക്ഷോഭത്താലും പെട്ടെന്നുള്ള ആപത്തുകളാലും കഷ്ടത്തിലായിരിക്കുന്നവരെ കർത്താവെ നീ കടാക്ഷിക്കണമേ. സ്നേഹിക്കുന്നവരുടെ വേർപാട് നിമിത്തം മനസ്സ് കലങ്ങിയിരിക്കുന്നവരെ കരുണയോടെ നോക്കണമേ. പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ആരും അതിശയിച്ചു പോകരുത്. ജീവൻ നൽകോ മരണത്തെ ഞങ്ങൾ സാക്ഷി ചേരട്ടെ. നിന്നുടെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കത്തവർ പകരം നൽകും. മസിഹായെ കുറ്റങ്ങൾ നീ മായിച്ച് അന്യായങ്ങൾ കഴുകണമേ. നിൻമഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ. എന്നേക്കോ ന്യായാധിപന മസിഹായേ. ഉന്നതരാഗ സൈന്യവുമായി ഉദിക്കുമ്പോഴോ ഞാടിന്റെ രക്തത്തിൽ കുളിച്ചാറില്ല. ഇരുമുൻപിൽ നീടുവേ കൃപരഹസ്യമായുള്ള പൊതുപുത്രാത്മാ കേൾക്കുന്നു. കടന്നു പോകുമ്പോൾ ഞങ്ങളെ സ്നേഹിച്ചവരും ഞങ്ങൾക്ക് വേണ്ടി കരുതി വരും. ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചവരും ഞങ്ങൾക്ക് നല്ല മാതൃക തന്നവരും ഞങ്ങൾക്ക് കൂട്ടായ്മ തന്നവരും ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയമായിരുന്ന കുറുമ്പുകൾ ഒടിഞ്ഞു പോകുമ്പോൾ ഈ മരുവിന്റെ ചൂടിൽ തണലൊരുന്ന നിത്യസഖിയായി മാറാത്തവനായിട്ട് ആശ്വാസം പകരുന്നവനായിട്ട് ബലപ്പെടുത്തുന്നവനായിട്ട് അത് പ്രത്യാശ നൽകുന്നവനായി നീ ഞങ്ങൾക്ക് ഞങ്ങളോടുകൂടെ നിങ്ങളുണ്ടെന്നുള്ളത് ഓർത്ത് ഞങ്ങൾ ധൈര്യപ്പെടുന്ന സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഞങ്ങളെ വിട്ട് കടന്നുപോയ ജ്യോതി ഓർത്ത് ഞങ്ങളങ്ങനെ വാഴ്ത്തുകയാണ്. അവിടെ കൊടുത്ത ഒരു ആയുസ് കർത്താവിനോട് സജീവത്തിൽ ജീവിപ്പാൻ, കർത്താവിനെ മഹത്വത്തിൽ ജീവിപ്പാൻ അങ്ങേക്ക് പ്രവർത്തിച്ച നാളെ മുതൽ കർത്താവെ നിനക്ക് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും സുവിശേഷത്തിന്റെ ഒരു സാക്ഷിയായി നിലകൊള്ളുവാൻ കർത്താവെ താനറിഞ്ഞതായുള്ള സത്യങ്ങൾക്കനുസൃതമായി മുന്നോട്ട് നീങ്ങുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനും ഇടപെടൽ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും താല്പര്യം പങ്കാളിയായി തീർന്ന നല്ലൊരു ഉത്തേജനവും മാതൃകയും നൽകാനും എല്ലാം ദാസനെ ഒരിക്കലും ഓർത്തിനെ സ്തുതിക്കും. കർത്താവെ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയി വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ നിലമാന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ കഷ്ടതയുടെയും ക്രൂശിന്റെയും ഒക്കെ പാതയിൽ കൂടെ കടന്നുപോയപ്പോഴും പ്രത്യാശ കൈമുകളാൽ കൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവിടുന്ന് ഇടയാക്കി. നിന്റെ മകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് കൃപ നൽകി. കുഞ്ഞുങ്ങൾക്ക് ഓരോ സമയത്ത് കർത്താവിൽ ശുശ്രൂഷ നിർവഹിപ്പാൻ നീ ഇവരെ ബലപ്പെടുത്തി. അവരുടെ കുടുംബാംഗങ്ങളെ അങ്ങനെ സഹായിച്ചു. കൊച്ചുമക്കളോട് കൂടി അവരെ ബലപ്പെടുത്തി. സഹോദരന് വളരെയധികം ദുഃഖകരമായുള്ള കർത്താവ് വലിയ അപകടം നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിലും ദൈവം അവന് വിടുതൽ കൊടുത്ത് അനുഭവത്തിൽ പാലിച്ചതൊക്കെയും അതെ ദൈവത്തിന്റെ വലിയ നടത്തിപ്പും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കാവലൊക്കെ അനുഭവിച്ച് അതൊക്കെ മനസ്സിലാക്കി ദൈവത്തെ കൂടെ ശ്രമപ്പെടുവാനൊക്കെ അവിടുന്നിടയാക്കിയ ഒരു സ്തോത്രം. കർത്താവേ നിന്റെ മകന്റെ ഇവിടുത്തെ അതെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവിടുന്ന് മകനെ വിളിച്ച് അവരുടെ സന്നിധിയിലേക്ക് അടുപ്പിച്ചത് ഓർത്ത് ധൈര്യപ്പെടുവാൻ എല്ലാ പ്രിയർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഓർത്തോട് ധൈര്യപ്പെടുവാൻ പ്രിയപ്പെട്ട മകളെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും പ്രിയപ്പ ലോകത്തെയും കുടുംബത്തെയും ഒക്കെ സഹായിക്കാമെന്ന് ഞങ്ങളെ സമൃദ്ധിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന അനുഗ്രഹീതമായ ഉറപ്പിനായി സ്തോത്രം. കർത്താവേ നീ തന്ന പ്രത്യാശകളിലാണെന്ന് ഓർത്തുകൊണ്ട് ആ പ്രത്യാശ കണിഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങനെ വരവനായി നോക്കി പാർക്കാൻ കൃപയെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഒരിക്കലും പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുവെന്ന് പറയാം. കർത്താവേ എന്നെ വിശ്വസിപ്പേൻ, എന്റെ പിതാവ് വിശ്വസിപ്പേൻ, എന്നെ വിശ്വസിപ്പേൻ എന്നവിടുന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവേ എന്നെ വിശ്വസിച്ച് ധൈര്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പ്രത്യാശയുടേതായുള്ള വാക്കുകൾ കർത്താവത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശകൾ മുന്നോട്ട് പോകുവാൻ എല്ലാ പ്രേക്ഷകരുടെ ആത്മ പ്രാർത്ഥിക്കുന്നു. താവേ വേർപാടിൽ ദുഃഖത്തിരിക്കുന്ന എല്ലാവരെയും സമാശ്വസിച്ച് അവിടുന്നാണല്ലോ
സ്വർഗ്ഗത്തെയും കവിയുന്ന ദിവ്യ സമാധാനം നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു കൊള്ളുവാനിടയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ജീവിച്ചു, ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നാൽ ക്രിസ്തുവിന് കടന്നുപോയി. മകളെ അധികമായി ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രിയ പിതാവ് കടന്നുപോയെങ്കിലും സ്വർഗീയ പിതാവ് ഞങ്ങൾക്കുണ്ട്, മാറാത്തവനായിട്ട് എന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പിതാവ്. മാത്രമല്ല ഞങ്ങളുടെ മരിക്കാമെന്ന് വാക്ക് പറഞ്ഞ വാക്കുകളുടെ കർത്താവിന് മാറ്റമില്ലാത്ത സാന്നിധ്യം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളോടുകൂടി ഇരുന്ന് ഞങ്ങളെ നടത്തുന്ന രക്ഷകനും ഞങ്ങളുടെ വഴികാട്ടിയും ഞങ്ങളെ നടത്തുവാനും ഞങ്ങൾക്ക് എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രമപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഒക്കെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളെ തന്നെ സ്വനജീവാള കൃപ തരണമേ. ഓരോരോ സമയത്ത് ഓരോരുത്തരെ വിട്ടുപോകുന്ന സമയത്തും ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കാൻ ഓരോ മനമെന്ന് ഓർക്കുവാൻ ഓരോരുത്തർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഓർമ്മക്കുറിപ്പാണ് ഓരോ മനമെന്നുള്ളത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തന്നെ നാമത്തിൽ വ്യാപിക്കുന്നു. കൃപയോടുമാറാകണമേ. സുഹസ്നാങ്ങളുടെ പിതാവേ, രാമശരിക്കണമേ. രാജ്യമരണമേ, ഭൂമിയിലുമാണമേ. ആവശ്യമാഹാരം തരണമേ. കടക്കാടിനെ ക്ഷണിക്കണമേ. ദൃശ്യത്തിലെത്താതെ പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം നിങ്ങൾക്ക് മക്കളാകുന്നു. പുത്രപരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിന്റെ അനുഗ്രഹ വാഴ്വ്യമായ സമാധാനത്തിനുള്ള ആശ്വാസമായ സ്ഥിരതയും ഉറപ്പുള്ളതായുള്ള പ്രത്യാശ ദുഃഖത്തിരുന്ന ഹൃദയങ്ങളിൽ നിറഞ്ഞുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാക്കട്ടെ. ഞാനെ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ. അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകാൻ. സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ
വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുന്നതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാണുന്നതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. പാതേരം മാത്രം എന്റെ യാത്ര പാതേരം മാത്രം എന്റെ യാത്ര യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. എന്റെ യാത്രയുടെ ഇന്നലെ കാളാടുമ്പം. എന്റെ യാത്രയുടെ ഇന്നലെ കാളാടുമ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം ഓടുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം ഓടുന്നു. ജലത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജലത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്തനാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്തനാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനും ഒന്നും വേണ്ടായത്രേ. ഭാരങ്ങൾ കൂടുന്നതിനും ഒന്നും വേണ്ടായത്രേ. അല്പമാത്രം വിശപ്പിനും സ്വൽപ്പവെള്ളം ദാഹിക്കേ. അല്പമാത്രം വിശപ്പിനും സ്വൽപ്പവെള്ളം ദാഹിക്കേ. സ്ഥലം നാമാവിശേഷം ഫലവത്താമധുരം. സ്ഥലം നാമാവിശേഷം ഫലവത്താമധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം.
പങ്കുതന്ന ദൈവത്തെ സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാത്രത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാത്രത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുന്നതിൽ ഞാൻ ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാണുന്നതിൽ ഞാൻ ബദ്ധപ്പെട്ടോടിടുന്നു. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. എന്റെ യാത്രയുടെ അന്തം ഇന്നലെക്കാളടുപ്പം. എന്റെ യാത്രയുടെ അന്തം ഇന്നലെക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്തം നാട്ടിൽ ദൈവമോഹം കാണയത്രേ വാഞ്ചിതം. സ്വന്തം നാട്ടിൽ ദൈവമോഹം കാണയത്രേ വാഞ്ചിതം. സമയമാത്രത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാത്രത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുന്നതിൽ ഞാൻ ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാണുന്നതിൽ ഞാൻ ബദ്ധപ്പെട്ടോടിടുന്നു. വൈദ്യശ്രേഷ്ഠന്മാരെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അതിപരിശുദ്ധമാവട്ടെ. മോശ തന്റെ സഹോദരനായ അഹ്റോൻ മരിച്ചപ്പോൾ ഇങ്ങനെ പാടുകയുണ്ടായി: മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ പൂക്കുന്നു, കാറ്റങ്ങിങ്ങനെ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. പിന്നെയും തുടർന്ന് മോശ പാടി:
മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രമേ. പ്രിയ ജോർജനെ പറ്റി ഓർക്കുമ്പോൾ തന്റെ ജീവിതം ഈ ഭൂമിയിൽ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കഷ്ടതയുടെ ഒരു പട്ടിക എണ്ണി എണ്ണി പറയുവാനായി ധാരാളമുണ്ട്. അനേക കഷ്ടങ്ങൾ കൂടി കടന്നുപോയ ദേവദാസന് ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതല്ലേ ഒന്ന് വചനം ഓർപ്പിക്കുന്നത് വാസ്തവമായി ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എന്റെ ഭൗതിക ശരീരമാണല്ലോ നമ്മുടെ വളരെ ചെറുപ്പം തന്നെ മാതാവ് വേർപെട്ടു പോയി. അല്പം നാൾ കഴിഞ്ഞ് പിതാവും വീടും വേർപെട്ടു പോയി. പിന്നീടുള്ള ജീവിതം കഷ്ടസമ്പൂർണമായ ജീവിതമായിരുന്നു. എന്നാൽ തുടർന്നുള്ള നാളുകളെ പറ്റി ഓർക്കുമ്പോൾ അനേക കഷ്ടങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൈതൽ ഈ ലോകത്ത് വേർപെട്ടപ്പോൾ അതും വളരെ ഹൃദയഭേദമായി അമ്മയെ വളരെ ദുഃഖത്തിലാക്കിയ ഒരു വിഷയമായിരുന്നല്ലോ. അവിടെയും അമ്മേ പ്രിയ ദേവദാസന് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അമ്മേ ദൈവത്തോടായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് കഴിഞ്ഞ ആളുകൾ അമ്മേ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ബഹുമാനപ്പെട്ട സമൂഹത്തിൽ പ്രവർത്തിച്ച പോലെ സഭയുടെ പ്രാരംഭകാലം മുതൽ തന്നെ ഈ സഭയില് അംഗമായിരിക്കാന് വിശേഷാല ഇടവകയിൽ അംഗമായിരിക്കാൻ തക്കണം. അമ്മേ ആത്മാർത്ഥമായി സഭയിൽ മുൻപോട്ട് പോകാൻ തക്കണം. ഇടയായിട്ട് അനേകരെ സഭയെ വിട്ട് പ്രശ്നത്തിനുള്ളിൽ പോയപ്പോൾ പോലും വിശ്വാസത്തില് അമ്മ തന്നെ അറിഞ്ഞാളുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ അന്ത്യം വരെ തീരുമാനമായിട്ട് ദിനമനിടയായിരുന്നു. അന്ത്യസമയത്ത് അമ്മ മരിക്കുന്ന 2 ദിവസം മുമ്പ് പ്രിയ സഹോദര അവിടെ ഭവനത്തിൽ കടന്നു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. അമ്മൻ ആദ്യ ഉറക്കെ ആമീൻ പറഞ്ഞ ഓർക്കെ ദൈവത്തെ സ്തുതിക്കുക. വലിയ പ്രത്യാശയോടെ അമ്മൻ കടന്നു പോകാൻ തക്കണം. പ്രിയ കർത്തദാസന്റെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ അനേക ദൈവമില്ലാത്തവരാ ജീവിക്കുന്ന ലോകത്തിന്റെ നടുവില് ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ഈ വൃത്തികാട്ട പ്രദേശത്ത് മാത്രമല്ല തന്നെ ഏൽപ്പിച്ച ജോലി സ്ഥാനങ്ങൾ എല്ലായിടത്തും വിശ്വസ്തയോടെ ജീവിക്കാൻ അമ്മൻ മറ്റുള്ളവർക്ക് അവൻ മാതൃകാപരമായ ജീവൻ നയിക്കാനായിട്ടിടയായിരുന്നു. ഒരു കുടുംബ ജീവിതം ദൈവം കൊടുത്തു. അവിടെയും ദൈവത്തിന്റെ സാക്ഷിയാൽ നിൽക്കാൻ കുടുംബമായി അവർ കിഴിയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം കൊടുത്ത കുഞ്ഞുങ്ങളെ അവരൊക്കെ ദൈവത്തെ സ്തുതിക്കുക. അവർക്ക് കർത്താവിന്റെ സാക്ഷികളായിട്ട് ഈ പ്രദേശം നിലകൊള്ളുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ ദൈവദാസൻ നിര്യാണത്തില് രോഗിയായുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ്. രോഗിയായി നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭാരമുണ്ട്, പ്രയാസമുണ്ട്. അമ്മ ഈ വേർപാട് എന്ന് പറയുന്ന ദുഃഖം ഉളവാക്കുന്ന എന്നാല് അമ്മേൻ ഒരു കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവര് അമ്മേൻ കർത്താവിന്റെ കാലം ദുഃഖിക്കുമ്പോൾ ആദ്യം അമ്മേൻ ഉയർത്തിന്റെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അമ്മേൻ അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിർക്കുവാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശ ഉള്ളതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുക. ഇനിയും ദേവദാസനെ കാണാമെന്നുള്ള വലിയ വിശ്വാസം ഓർത്ത് ആ പ്രത്യാശ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇടവകയുടെ നാമത്തിലുള്ള ദുഃഖവും അനുശോചനവും എന്റെ വ്യക്തിപരമായ അനുശോചനവും അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ ഞാൻ ആരോഗ്യമുള്ള സമയത്തൊക്കെയും എല്ലായ്പ്പോഴും കടന്നു വന്ന് കൂട്ടുകാരനെയും സംബന്ധിക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് രോഗിയായി തീരുകയും വരുവാൻ പാടില്ലാതിരുന്ന അവസരത്തിൽ കടന്നു പോയി സന്ദർശിക്കുന്നതിനും ഇടയായപ്പോൾ വളരെയധികം പ്രത്യാശയോടുകൂടെ വേദനയുടെ സമയത്തും പ്രത്യാശയോടുകൂടെ ആയിരിക്കാൻ ഇടയാക്കി അവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആഗ്രഹിച്ച സമയത്ത് തന്റെ ദാസനെ വേദനയും കണ്ണുനീരുമില്ലാത്ത ദുഃഖമില്ലാത്ത മരുന്നും ഡയാലിസിസും ഒന്നും ആവശ്യമില്ലാത്തതായിട്ടുള്ള അവസ്ഥയിലേക്ക് ദൈവം വിളിച്ചു ചേർത്തു. കർത്താവിന്റെ പ്രത്യക്ഷതയില് ക്രിസ്തുവിൽ മരിച്ച ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ദൈവദാസനും ഉയർത്തെഴുന്നേൽക്കുന്ന നമുക്ക് വീണ്ടും കണ്ട് സന്തോഷിക്കാമെന്നുള്ളതായിട്ടുള്ള പ്രത്യാശ നൽകിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവദാസിയെയും മക്കളെയും കുടുംബങ്ങളെയും ദൈവമായ സഹോദരനെയും കുടുംബത്തെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ഈ പ്രിയദാസനും കൂടി ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ആർത്ത് നന്ദി അറിയിച്ചുകൊണ്ട് ജീവിക്കുവാനും ആ നല്ല പാതയെ മാർഗത്തിന്റെ ജീവിതത്തോട് പോകാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവങ്ങളുടെ അനുശോചനം സെക്രട്ടറി രാജു അറിയിച്ചുവല്ലോ എന്ന വ്യക്തിപരമായിട്ടുള്ള അനുശോചനവും ദുഃഖവും ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ എവിടെയും ആശ്വസിപ്പിക്കുമാറാണ്. സർവ്യാശ്വാസത്തിന്റെ ഉത്പത്തി സ്ഥാനമായ ദൈവമേ, മരണത്തിന് വിധേയരായിരിക്കുന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മരണത്തിന് വിടുവിച്ച് രക്ഷിക്കാൻ സ്വന്തത്തിനെ ഞങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ മനുഷ്യ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വന്തം മരണത്താൽ മരണത്തിന്റെ ശക്തിയെ തകർക്കുകയും പാതാളത്തിന്റെ ഭയങ്കരത്വത്തെ മാറ്റിക്കളയുകയും ചെയ്യുന്ന ഞങ്ങളുടെ രക്ഷിതാവേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. കർത്താവേ, നിന്റെ വിജയത്തിന് ഞങ്ങളെ അവകാശികളും നിന്റെ പുനരുത്ഥാനത്തിന് ഞങ്ങളെ പങ്കുകാരുമാക്കിയാൽ ലോകത്തിന് കൊടുക്കുവാനോ കഴിയാത്ത
നിന്റെ സമാധാനം കൊണ്ട് സർവ്വത്തെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി സങ്കടത്തിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെയും സ്വർഗീയമായ വ്യത്യാസം ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നിരാശ വിശ്വാസവും ഞങ്ങളെ ദൂരീകരിക്കണമേ. കർത്താവേ, ദുഃഖത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരമോക്കുന്നവർക്കും നീ ഏറ്റവും നല്ല സഹായകനാകുമല്ലോ. നിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുവാനും നിന്റെ ബന്ധത്തെ പിടിച്ചുകൊള്ളുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ വിശുദ്ധ സഭയെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗ്യാവസ്ഥയോർത്ത് ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവിന്റെ നാമത്തെ വരവേൽക്കുക മഹത്വത്തോടുകൂടി പ്രത്യക്ഷനാകുകയും ഞാൻ വിധിക്കുകയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരെ നൽകുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളോടുകൂടെ നിരവധി ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ശിക്ഷകളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞു പോകുന്ന ദിവസം വരുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ മാഞ്ഞു പോകുന്നു. ശിക്ഷാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിലേക്ക് അടുക്കുന്നു. കല്ലുകളോടെ പുറപ്പെടുന്നു. അവരുടെ മനുഷ്യരുടെ സത്യമുള്ളതും തെറ്റിപ്പാർത്തുമായ ന്യായവിധികൾ തങ്ങളുടെ പ്രതിഫലം പ്രാപിക്കുവാൻ ന്യായസ്ഥലത്തേക്ക് ഒരുമിച്ചെല്ലുകയും ചെയ്യുന്നു. ധനമാസത്തിന്റെ ശ്രേഷ്ഠയിൽ സ്വർഗ്ഗസേനകൾ പ്രവീഴുകയും ധനവതിയിൽ ധനസാന്നിധ്യങ്ങളുടെ അഭ്യാസപ്രാർത്ഥന സാക്ഷാത് പ്രകാശവും തന്റെ ശബ്ദത്താൽ മരിച്ചവരെ രക്ഷിക്കുകയും തന്റെ ഇഷ്ടത്താൽ നിത്യവാർത്തകൾ നേടുകയും ജീവനുള്ളവനും ജീവിക്കുന്നവനും ജീവനുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കും. ഞങ്ങളെ എല്ലാവരെയും ഈ ലോകത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്റെ ദുഃഖമോചനമില്ലാത്ത സന്തോഷങ്ങളോ ആകുലമായ സന്നിധിയിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കണമേ. കർത്താവിനോടുകൂടെ നിന്നെ എതിരേൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിരന്തരം പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ഗ്രഹിക്കുവാനായിട്ട് തന്നെ. മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിപ്പാടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നെ കൈക്കൊള്ളപ്പെടുത്തോളം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ വിളിക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനോളം ഇവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. നിന്നെ
ബലിയായി തീർന്നോനെ നിന്നുടെ കഴുകണമെങ്ങനെ ഉന്നത മനവാളെ വിളിക്കുന്നു ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചോ മഹത്വം നാഥനോ ബഹുമതിനാഥനോ വന്ദനോ സൂര്യോ വിശുദ്ധാരോ വായിക്കും സംഘത്തിലെയും സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി ജീവിക്കുകയും രാജ്യമാവാൻ ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളും കരുത്തുതേ സഹോദരന്മാരെ പ്രത്യാശിക്കാറുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാൻ നേതൃത്വമുള്ളവരെ കുറിച്ചറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവത്തിൻ്റെയും യേശു മാർഗവും കർത്താവിന്റെ പ്രത്യക്ഷമായ ജീവനോട് സൂക്ഷിക്കുന്നവരായ നാം നിദ്രയുള്ളവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിനോട് പറയുന്നു. കർത്താവ് ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടുകൂടെ നൽകുകയും ക്രിസ്തുവിൽ മറ്റുള്ളവരും ഉയർത്തുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ പ്പെടും. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ ആശംസിച്ചുകൊള്ളുകയും നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ലക്ഷ്യം പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ജീവനുള്ള സുവിശേഷം 5-ാം അധ്യായം 19 വാക്യങ്ങൾ. ആകയാൽ യേശുവോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവിനെ കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ചെയ്യുവാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവൻ തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുകയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കുന്നതിന് പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായം ചെയ്യെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയും ആകാതെ മരണത്തിലുള്ള ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവരുടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, എപ്പോഴും വന്നുമിരിക്കുന്നു. പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നെ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടരുത്. ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ സ്തുതിച്ചിടുവാൻ കൃപയൽകാം. നീ മണ്ണാ, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചതിനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തു നിൽക്കുന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരം ഞങ്ങൾ കേൾപ്പിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഇതാവുന്നു നമ്മുടെ ഐഹികവാസത്തിന് അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിന്? ഇതാവുന്നു നമ്മുടെ ജഡിക സുഖങ്ങളുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാവുന്നു നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാവുന്നു നമ്മുടെ ലൗകിക ജ്ഞാനത്തിന്റെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പോഴുന്നത് എന്തിന്? ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാവുന്നു നമ്മുടെ പ്രതാപത്തിന്റെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയെ നിഗളിക്കുന്നത് എന്തിന്? ഇതാവുന്നു നമ്മുടെ ശരീരബലത്തിന്റെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ പോഴുന്നതും എന്തിന്? മനുഷ്യൻ താൽക്കാലികനാകുന്നു, അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നു, വയലിലെ പുഷ്പം പോലെ പൂത്ത വാടിപ്പോകുന്നുവെന്ന്
ദൈവിക സംഗീതക്കാരനായ ദാവീദ് തന്റെ കിന്നരങ്ങൾ പാടിയിരിക്കുന്നു. എന്നാൽ ഈ ദ്രവത്വമുള്ള അദ്രവത്തെയും മർത്യമായ അമൃതത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്തെയും മർത്യമായ അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നത് എഴുതിയ വചനം പൂർത്തിയാകും. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. പിതാവായ സർവശക്തനായി കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാത്തലെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ വിളിക്കും നേരം കാണുമെൻ പേരു വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ പേരും കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ശോഭകരിപ്പാനുയർത്തുക ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ പേരും ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ സ്നേഹത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണുമെൻ വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന മുഖാന്തരങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുവാൻ തരുന്നതായുള്ള അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അല്പകാലത്തേക്കുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് വളരെ വേഗം തീർന്നു പോകുന്നതാണെന്ന് പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എന്നും എന്നേക്കും നിന്നോടുകൂടെ നിത്യതയിൽ വസിക്കേണ്ടവരാണെന്നുള്ള ചിന്തയോടുകൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രത്യേകം പ്രാധാന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ എടുക്കുവാനും കൊടുക്കുവാനും കഴിയാത്തതായിരിക്കുന്നതായുള്ള ആ ദിവ്യ സമാധാനവും സന്തോഷവും പ്രത്യാശയും യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കണമെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. നില്ലാശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് നിന്നോടുകൂടെ ഉള്ളതായിരിക്കുന്ന ജീവിതമുണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ലഭിക്കുന്നതായുള്ള ആയുസ് കഴിവുകൾ താലന്തുകൾ നിനക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ എന്നും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് വിളിച്ചടുപ്പിച്ചിരിക്കുന്നതായെല്ലാം നിന്റെ വലിയ ദാസന്റെ ജീവിതാനുഭവങ്ങളെല്ലാം വീണ്ടും ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഓർത്തുപോലെ ജീവിതം ആരംഭിച്ചപ്പോൾ പോലെ തന്നെ ബഹുമായിരിക്കുന്ന കഷ്ടതയിൽ കൂടെ കടന്നുകൊണ്ട് വന്നായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നപ്പോഴും നിരാശപ്പെടാതെ മുഖം പാടാതെ ക്ഷീണിക്കാതെ ദൈവത്തിൽ നിന്നായിരിക്കുന്ന ആശ്രയത്തോടും വിശ്വാസത്തോടും ജീവിപ്പാന് നിന്റെ ദാസന് നീ കൃപ കൊടുത്തല്ലോ കർത്താവേ. വളരെയധികം വേദനയുടെയും കഷ്ടതയുടെയും സാഹചര്യങ്ങളിലും ദൈവികമായുള്ള സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ നിന്റെ മകനെ നീ കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസി അനുഗ്രഹിക്കണം. മക്കളെ കുടുംബങ്ങളായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളായി അങ്ങനെയുള്ളതായിരിക്കും എല്ലാവരെയും നിന്റെ ദിവ്യ സമാധാനം കൊണ്ട് നീ നിറയ്ക്കണമേ, ഞങ്ങൾ നിറയ്ക്കണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ
നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമാകർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനം കേൾക്കുകയും കൈക്കൊള്ളുകയും ദുഃഖത്തിരിക്കുന്ന എല്ലാവരെയും ദിവ്യമായ സമാധാനത്താലും ബാഹ്യകരമായ പ്രത്യാശാലും നിറച്ച് ബലപ്പെടുത്തി ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാക്കട്ടെ. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാർന്നി ശാന്തി ഭൂമിയിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനാ ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനാ ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും. ശോകമോഹ ഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. ശോകമോഹ ഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി
ആലപിക്കാം ഹല്ലേലൂയ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന്, അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും. എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കും ആശയാർന്നി ശാന്തി ഭൂമിയിൽ.